കോഴിക്കോട് വല്യങ്ങാടിയിലാണ് ഇന്ന് പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം തകർന്ന് വീണ് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് BJP ഇന്ന് സംഘടിപ്പിച്ചത്. മേയറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ എന്ന് പറഞ്ഞ് എത്തിയവരാണ് BJP കൗൺസിലർമാർ. അവസാനം ഈ BJP കൗൺസിലർമാരെ അവിടെ നിന്ന് ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് നീക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. എന്തായാലും BJP പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. BJP ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, പിന്മാറാൻ തയ്യാറല്ല എന്നവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഒന്നുകിൽ മേയർ വരണം, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്, 3 പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത് എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ പിന്മാറാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. രമ്യ, എന്താണിപ്പോൾ പ്രകാശ് ബാബു അടക്കമുള്ളവർ പറയുന്നത്? തീർച്ചയായും രാഖി, കൗൺസിലർമാർ ഉൾപ്പെടെയായിരുന്നു മേയറുടെ ചേംബറിൽ കയറിയത്. ഇവിടുന്ന് പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്, ഈ കൗൺസിലർമാരെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് തീരുമാനിച്ചത്. കാരണം മേയറോട് സംസാരിക്കണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ഉറച്ച് കൗൺസിലർമാർ ഉൾപ്പെടെ നിന്നിരുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ BJP പ്രവർത്തകർ ഉൾപ്പെടെ കോർപ്പറേഷൻ മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട്, അതായത് ഇപ്പോൾ കിടന്നുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഈ വിഷയത്തിൽ മേയറുമായി സംസാരിക്കണം, മേയറുടെ മറുപടി ലഭിക്കണം, അല്ലാതെ ഇതിൽ നിന്ന് പുറകോട്ടില്ല, മേയറെ കാണാതെ ഇതിൽ നിന്നും പുറകോട്ടില്ല എന്ന് തന്നെയാണ് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇതിൽ നിന്നും പുറകോട്ടില്ല മേയറെ കാണാതെ. കാരണം ഈ നിലവിൽ ഈ കൗൺസിലർമാർ ഉൾപ്പെടെ മേയറുടെ ചേംബറിലെത്തിയിട്ട് മേയർ അങ്ങോട്ട് എത്തിയിരുന്നില്ല. അപ്പോൾ ഈ വിഷയത്തിൽ മേയർ ഉൾപ്പെടെ പ്രതികരിക്കേണ്ടതുണ്ട്. മേയറെ കാണാതെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാതെയും പോവില്ല എന്നുള്ള കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്, കടുത്ത സമീപനം തന്നെയാണ് ഇപ്പോൾ BJP പ്രവർത്തകർ തുടരുന്നത്. അതിനാൽ തന്നെയാണ് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള BJPയുടെ പ്രവർത്തകർ ഇപ്പോൾ നിലവിൽ കോർപ്പറേഷന്റെ മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് സമരം കൂടുതൽ ശക്തമാക്കുന്നത്. എവിടെ പോയിട്ട് ഇത് പറയും? ഇവിടെയല്ലേ ഈ സെക്രട്ടറിയോട് പറഞ്ഞാൽ ഇനിയൊരു ജീവൻ രക്ഷിക്കാനാവുള്ളൂ. പോയ 3 ജീവൻ പോയി, ഇനിയെങ്കിലുള്ള ജീവൻ രക്ഷിക്കാൻ ഇവർ കണ്ണു തുറക്കണ്ടേ? ആരെങ്കിലും ഒന്ന് പ്രതിഷേധിക്കണ്ടേ? ആരെങ്കിലും ഒന്നിവിടെ പറയണ്ടേ? എല്ലാ കാലവും പണവും വാങ്ങി, ലക്ഷങ്ങൾ വാങ്ങി ഈ അനധികൃത കെട്ടിടങ്ങൾ ഇവിടെ. രാഖി, ഇത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ മറുപടി ലഭ്യമാകേണ്ടതുണ്ട്. ഇതിൽ കൃത്യമായി തന്നെ പ്രതികരണം ആവശ്യമാണ്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ സമരം ശക്തമാക്കുന്നതെന്ന് തന്നെയാണ് പ്രകാശ് ബാബു ഉൾപ്പെടെ ഉള്ള പ്രവർത്തകരും പറയുന്നത്. നിലവിൽ മേയറുടെ മുറിയിൽ നിന്നും കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രതിഷേധിച്ചിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തുള്ള നീക്കാനുള്ള നടപടി തന്നെയാണ് പോലീസ് നിലവിൽ തുടരുന്നത്. കൗൺസിലർമാരെ ഉൾപ്പെടെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ കൗൺസിലർമാരെയായി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകരും വലിയൊരു പ്രതിഷേധവുമായി കോർപ്പറേഷനകത്തേക്ക് കയറി വരികയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ വിഷയത്തിൽ മേയർ നിലവിൽ ഇതുവരെ ആയിട്ടും മേയറുടെ ചേംബറിലോ മറ്റോ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിന് തന്നെയാണ് ഇവരും പറയുന്നത്. കാരണം ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ മറുപടി ആവശ്യമാണ്. മേയറുടെ ഒളിച്ചുകളി നടക്കില്ല. കാരണം ഇനിയും സെക്രട്ടറിയോടല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത്, മേയർ തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു മറുപടി പറയേണ്ടത്. എന്നാൽ മേയർ ഒളിച്ചുകളി തുടരുകയാണ് എന്ന് തന്നെയാണ് BJP ആരോപിച്ചുകൊണ്ടാണ് പണിത കെട്ടിടമാണ്. പിന്നീട് അവിടെയാണ് പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും പിന്നീട് ഈ കെട്ടിടം ജീർണിച്ച അവസ്ഥയിലായി. പിന്നീട് ഈ 2024 പുതിയൊരു കെട്ടിടത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിരുന്നു. ഈ കെട്ടിടം അന്ന് പൊളിച്ചു നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ആയിരുന്നല്ലോ. എന്തായാലും
ഇതേ ഒരു സാഹചര്യം നിലനിൽക്കെ അവർ പിന്നീട് പുതിയ ഒരു സ്ഥാപനത്തിനും അനുമതി നൽകിയിരുന്നു എന്നുള്ളതാണ് സ്ഥിതി സംഘർഷഭരിതമാക്കുന്നത് എന്നുള്ളതാണ്. രമ്യ, അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണോ? തീർച്ചയായും കൗൺസിലർമാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. നിലവിൽ ഇപ്പോൾ പ്രവർത്തകരെ എല്ലാം തന്നെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൗൺസിലർമാർ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയായാലും കടുത്ത പ്രതിഷേധത്തിലും തന്നെയാണ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ. കാരണം ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ മേയറുടെ മറുപടി ആവശ്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പോലീസ് വലിയ തോതിൽ ബലപ്രയോഗത്തിലൂടെ ഈ കൗൺസിലർമാരെയും പ്രവർത്തകരും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. രാഖി, കോഴിക്കോട് വല്യങ്ങാടിയിലാണ് അതിശക്തമായ പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം തകർന്നു വീഴുന്ന 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഗുരുതരമായ അനാസ്ഥയാണ് 3 പേരുടെ ജീവനെടുത്തത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ്. കോർപ്പറേഷന്റെ ഗുരുതരമായ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BJP അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. മേയറോട് സംസാരിക്കണം, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചോദിച്ചറിയണം, അവരോട് കാര്യങ്ങൾ ധരിപ്പിക്കണം. 3 പേരുടെ ജീവൻ പൊലിഞ്ഞില്ലേ എന്നുള്ളതാണ് BJP കൗൺസിലർമാർ ചോദിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന് പറഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിയവരാണ്. പക്ഷേ പോലീസ് അവരെ പിന്നീട് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കുന്ന ഒരു സ്ഥിതിയാണ്. കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. മേയർ എവിടെയെന്ന് ചോദിച്ചാൽ ചേംബറിൽ ഒഴിഞ്ഞ കസേര മാത്രമാണുള്ളത്. മേയർ എങ്ങോട്ടോ മുങ്ങി, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ മേയർ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്തായാലും കറുത്ത ഷോൾ മേയറുടെ മേശവിരിപ്പായി അവർ ധരിപ്പിച്ച് കൗൺസിലർമാർ അവിടെ നിന്ന് അവരെ നീക്കുന്ന പോലീസ് ബലപ്രയോഗത്തിലൂടെ കൗൺസിലർമാരെയും BJP പ്രവർത്തകരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് എന്തായാലും ഇപ്പോൾ കൗൺസിലർമാരെയും പ്രവർത്തകരെയും എല്ലാം പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ബലപ്രയോഗത്തിലൂടെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. അറുപത് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് വീണാണ് ഇന്ന് 3 പേർക്ക് ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ്. ബീച്ചിന് സമീപം മുൻപ് പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിന്റെ സ്ലാബാണ്. നിലവിൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ ഗോഡൌൺ ആയി പ്രവർത്തിക്കുകയായിരുന്നു. അല്ല, ഇത് മേയർ ഒളിച്ചിരിക്കല്ലേ? മേയർ എത്ര നേരം ഒളിച്ചിരിക്കും നമുക്ക് നോക്കാം. 3 ആളുടെ മരണം ഉണ്ടായിട്ട് പോലീസ് സംവിധാനത്തിൽ മേയർ ഒളിച്ചിരിക്കുകയാണ്. ബാക്കി കൗൺസിലർമാർ ഇപ്പോൾ വരില്ല, ബാക്കി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കാണ് പോലീസ് മേയർക്ക് സംരക്ഷണം കൊടുക്കുന്ന നടപടിയാണ്. മേയറും ഇവിടുത്തെ ഭരണാധികാരികളും എത്ര ഒളിച്ചിരുന്നാലും അതിശക്തമായ സമരവുമായി BJP മുന്നോട്ട് പോകും. അതായത് ഈ കോർപ്പറേഷൻ ഈ കെട്ടിടത്തിന് മുന്നേ തന്നെ BJP ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ഈ കെട്ടിടത്തിൽ മാത്രമല്ല, കോർപ്പറേഷന്റെ 90% കെട്ടിടങ്ങളും അനധികൃതമായി പ്രവർത്തിക്കുകയാണ്. CPMന്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ ബിനാമികളാണ് ഈ പല ബിൽഡിങ്ങുകളും കൈകാര്യം ചെയ്യുന്നത്. ഇത് നിരവധി പ്രാവശ്യം BJP പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോഴിക്കോട് കോർപ്പറേഷനാണ് പൂർണ്ണ ഉത്തരവാദി. അതിൽ നിന്ന് ഒളിച്ചോടുവാൻ കോഴിക്കോട് കോർപ്പറേഷനെ ഭരണാധികാരിക്ക് സാധിക്കില്ല. അവരെ എത്ര തന്നെ ഒളിച്ചിരുന്നാലും അതിശക്തമായ സമരമായി BJP മുന്നോട്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് റെൻഷേട്ടൻ അറിയാം, കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ BJP തവണ കൗൺസിലിനകത്ത് നമ്മൾ ഉന്നയിച്ച വിഷയമാണല്ലോ. 1ഉം 2ഉം തവണമല്ല, നിരവധി തവണ പ്രതിപക്ഷ കൗൺസിലർമാരും പ്രതിപക്ഷം ഉന്നയിച്ച കാര്യമാണ്. അനധികൃതമായിട്ടാണ് കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നത്, കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല. തൊട്ടു മുമ്പേ നമ്മുടെ കോഴിക്കോട് ഒഫീഷ്യൽ സ്റ്റാൻഡിൽ കെട്ടിടത്തിൽ തീ പിടിച്ച സമയത്തും നമ്മൾ പറഞ്ഞാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ മുഴുവൻ ബിൽഡിങ്ങുകളും പരിശോധിച്ച് ഫിറ്റ്നസ് ഉറപ്പുവരുത്തണമെന്ന് നിരവധികൾ ആവശ്യപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇത് നിരന്തരമായി നടക്കുന്ന ശ്രമമാണ്. നേരത്തെ ഭാഗ്യവശാൽ ആർക്കും മരണം സംഭവിച്ചില്ല. ഇപ്പോൾ നിർഭാഗ്യവശാൽ 3 പേര് മരണം സംഭവിച്ചിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദി. ഇതിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടി സ്വീകരിച്ചില്ല. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അതായത് ഒരാഴ്ച മുന്നേ ഈ തകർന്നു വീണ കെട്ടിടത്തിൽ ഒരു കടമുറിക്ക് അനുമതി നൽകി എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൗൺസിലിനകത്ത് ഇതാണ്
കടമുറികളുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് കൗൺസിൽ ഏകാണ്ടന തീരുമാനമെടുക്കാൻ ശ്രമിച്ച BJP മാത്രമാണ് എതിർത്തത്. അതായത് പല ബിൽഡിങ്ങുകളും വാടകയ്ക്ക് എടുക്കുന്നു, മേൽവാടകയ്ക്ക് കൊടുക്കുന്നു, അതിനൊന്നും ഫിറ്റ്നസ് ഇല്ല എന്നുള്ളത് കഴിഞ്ഞ കൗൺസിലും BJP ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി സ്വീകരിക്കുന്നത്. അന്നും കൗൺസിൽ ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുകയായിരുന്നത്. അനധികൃതമായിട്ടുള്ള കച്ചവടത്തിന് കൂട്ടുപിടിക്കുന്ന കൗൺസിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ നിന്ന് വീണ്ടും ബോധ്യപ്പെടുക. ഇനി എങ്ങനെയായിരിക്കും BJPയുടെ അതിശക്തമായ സമരമായി BJP മുന്നോട്ടും. അതിശക്തമായ സമരമായി BJP രാഖി ഇത് തന്നെയാണ് കാരണം ശക്തമായ ഒരു കോഴിക്കോട് വല്യങ്ങാടിയിൽ അനധികൃതമായി പ്രവർത്തിച്ച അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാതെ പ്രവർത്തിച്ച പഴയ കെട്ടിടം തകർന്ന് പഴയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണാണ് ഇന്ന് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. കടുത്ത പ്രതിഷേധമാണ് BJP ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. മേയർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് പോലും തയ്യാറല്ല, ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല, എവിടെയോ ഒളിച്ചിരിക്കുന്നു. എന്തായാലും BJP സമരം അവസാനിപ്പിക്കുന്നതിൽ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും പ്രതിഷേധിച്ചവരെ അവിടെ നിന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകളിലേക്ക് വരാം, ചെറിയൊരു ഇടവേള.